أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തക്കികളിലും മുവഹിദുകളിലും പെടുത്തി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ ഓരോ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് വിശ്വാസികളുടെയും ഈ ലോക ജീവിതം അത് താൽക്കാലികമാണെങ്കിലും ഒരു വിശ്വാസിക്ക് വല്ലാത്ത ആഗ്രഹമാണ് ഒരു നല്ല ഭവനമുണ്ടാവുക എന്നുള്ളത്. ഭവനമില്ലാതെ വാടകയ്ക്ക് വർഷങ്ങളോളം വലിയ വാടക കൊടുത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ ഭവനമുള്ളവർക്കത് മനസ്സിലാവുകയില്ല. ഒരു ഭവനം അത് വാടകയ്ക്കാണെങ്കിലും സ്വന്തമാണെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജോലിയും എൻ്റെ തൊഴിലിടത്ത പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ എനിക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കണം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി, അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾക്ക് വിശ്രമവേളയും നിങ്ങൾക്ക് സമാധാനം നൽകുന്നതുമാക്കിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തി, ഈ ഭൗതിക ലോകത്ത് 3 അനുഗ്രഹങ്ങൾ സിദ്ധിച്ച മനുഷ്യർ മഹാസൗഭാഗ്യവാന്മാരാണ്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണിപ്പറഞ്ഞതിൽ ഒന്നാമത്തത് അൽ മർഅത്തു സ്വാലിഹ, സദ്വൃദ്ധയായ സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്, ഒരു ജീവിത പങ്കാളിയാണ്. തൻ്റെ ജീവിതത്തിലെ പണിയും തൊഴിലുമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പുഞ്ചിരിയോടുകൂടി സമാധാനത്തോടുകൂടി സൗഹൃദം പങ്കിടുന്ന ഒരു കുടുംബിനി. കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒന്നും നടത്താതെ വീട്ടിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ജീവിത പങ്കാളികളിൽ നിന്ന് പരസ്പരം കിട്ടുന്ന ആശ്വാസവും സമാധാനവുമാണ്. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞത് അൽ മസ്കനുസ്വാലിഹ്, ഒരു നല്ല ഭവനമാണ്.
തനിക്കും തൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും മഴയേൽക്കാതെയും മഞ്ഞേൽക്കാതെയും ഹിംസ്ര ജന്തുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു നല്ല ഭവനം. ആ ഭവനം നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും ആ ഭവനത്തിൻ്റെ ബ്രിക്സുകളോ അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ജനാലകളോ വാതിലുകളോ ഒന്നുമല്ല. അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സിൻ്റെ സൗഹൃദവും സംഭാഷണവും പുഞ്ചിരിയും പൊട്ടിച്ചിരികളുമാണ് ആ വീട്ടിൽ സമാധാനം നൽകുന്നത്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ മർകബുസ് സാലിഹ്, ഒരു നല്ല വാഹനം. വിദൂരമായ യാത്രകൾക്ക് പോകുമ്പോൾ അപകടങ്ങളും പ്രശ്നങ്ങളും വരുത്തി വെക്കാതെ, വഴിയിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ, മാസം നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന വരുമാന മാർഗങ്ങൾ മുഴുവനും വണ്ടിക്ക് വേണ്ടി ചെലവഴിച്ച് പ്രയാസപ്പെടുത്താത്ത ഒരു നല്ല വാഹനം. ഈ ഭൗതിക ലോകത്ത് ഈ 3 അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണിപ്പറഞ്ഞതിൽ ഒന്നാമത്തത് സദ്വൃദ്ധയായ ഒരു ഭാര്യയാണ്. രണ്ടാമത്തത് നല്ല ഒരു ഭവനമാണ്. മൂന്നാമത്തത് പ്രതിസന്ധികളില്ലാത്ത ഒരു വാഹനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഒരു ഹതഭാഗ്യവാന്റെ, ഒരു നിർഭാഗ്യവാന്റെ ഒന്നാമത്തെ ലക്ഷണമായി പ്രവാചകൻ പറഞ്ഞത് അൽ മർഅത്തുസ്സൂ, മോശമായ ഭാര്യയാണ്, മോശമായ ജീവിത പങ്കാളിയാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കുത്തുവാക്കുകളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലുകളും സങ്കടത്തോടുകൂടി ഉറങ്ങേണ്ട ഒരവസ്ഥ. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു വൽ മസ്കനുസ്സൂ, മോശമായ ഒരു ഭവനം. ആ വീട്ടിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞത് അൽ മർകബുസ്സൂ, മോശമായ ഒരു വാഹനം. എവിടേക്ക് തിരിഞ്ഞാലും അത് പണിമുടക്കും, വലിയ ബാധ്യതകൾ വരുത്തി വെക്കുന്നു. ഈ പ്രവാചക വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൗതിക ലോകത്ത് സമാധാനവും ശാന്തിയും കുളിർമയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നാമതായി നിങ്ങളിലേക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ സൗന്ദര്യം കണ്ട് അതിൻ്റെ പിന്നിലേക്ക് പോയാൽ സങ്കടപ്പെടേണ്ടിയും പ്രയാസപ്പെടേണ്ടിയും വരും. വലിയ സമ്പത്തും വിഭവവും കണ്ടിട്ട് പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെയും സങ്കടപ്പെടേണ്ടിയും ദുഃഖിക്കേണ്ടിയും വരും. ഈ കാണുന്ന ലോകത്തെ 50-60 വർഷ ജീവിതത്തെ അത് വളരെ സന്തോഷപൂർവമാകണമെങ്കിൽ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്ന ഒന്നാമത്തെ ഉപാധി ഫളുഫറു ബിദാത്തിദ്ദീൻ, മതബോധമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക. മതബോധമെന്ന് പറയുന്നത് വസ്ത്രത്തിലും രൂപത്തിലുമല്ല സഹോദരങ്ങളെ. പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനോടൊന്നിനെയും പങ്കുചേർക്കാതെ റബ്ബിന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, റബ്ബിനോട് മാത്രം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളിയെയാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഫളുഫറു ബിദാത്തിദ്ദീൻ എന്ന് പ്രവാചകർ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഭവനങ്ങളിലുള്ളവർക്കാണ് സമാധാനവും സമാധാനവും കിട്ടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചതോടുകൂടി തന്നിലേക്ക് വന്നത് ആരാണെന്ന് എന്താണെന്നറിയാതെ പനിയും വിറയലും വിറങ്ങലുമായി വീട്ടിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂല് തൻ്റെ സഹധർമ്മിണിയായ നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ ഒരു പുതപ്പിട്ട് പുതപ്പിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ പ്രിയതമയോട് പറഞ്ഞത്, നമ്മുടെ ഉമ്മയോട് പറഞ്ഞത്.
അഥവാ ഒരു പുതപ്പിട്ട് മൂടി ആശ്വാസം നൽകുക എന്നല്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ആവലാതിക്കും പ്രശ്നത്തിനും ഒരു സമാധാനം നൽകൂ എന്നാണ്. എന്നിട്ട് നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞത്, അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് പ്രയാസപ്പെടണ്ട. നിങ്ങൾ എന്തിനാണ് ആ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ പോയത്? പുതിയ കാലത്ത് നിങ്ങൾ എന്തിനാണ് ആ കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്? എന്തിനാണ് ആ ഗൾഫിലേക്ക് പോയതെന്ന് കുറ്റപ്പെടുത്തുന്നത് പോലെ പ്രവാചകനെ കുറ്റപ്പെടുത്തുകയായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അങ്ങ് പ്രയാസപ്പെടേണ്ട പ്രവാചകരെ, അങ്ങ് പ്രയാസം അനുഭവിക്കുന്നവരുടെ ഭാരം ഇറക്കി വയ്ക്കുന്ന വ്യക്തിയാണ്, അനാഥകളെ ചേർത്തു പിടിക്കുന്ന വ്യക്തിയാണ്. നാട്ടിൽ എന്തു നന്മയുണ്ടെങ്കിലും ആ നന്മകളിലൊക്കെയും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. താങ്കൾ പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ് പ്രവാചകനെ അണച്ചുകൂട്ടിയ ആ പ്രവാചക കുടുംബം, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ആ കുടുംബത്തിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ 2026 സമാധാനവും സന്തോഷവുമൊക്കെ നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകണമെങ്കിൽ ആ പ്രവാചകന്റെ മാതൃകയുണ്ടാകണമെന്നാണ്. നമ്മുടെ മാതാപിതാക്കൾ, നാം ഉപ്പയും ഉമ്മയുമാകുന്ന, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാകുന്ന മനുഷ്യർ തൻ്റെ മക്കൾക്ക് മാതൃകയാകണം. മക്കൾ കാണണം ഉമ്മ ഉപ്പയെ സ്നേഹിക്കുന്നതും ഉമ്മ ഉപ്പയെ സ്നേഹിക്കുന്നതും. പരസ്പരം ആ സ്നേഹവും സന്തോഷവും ഒക്കെ മക്കൾ കണ്ടു വളരണം. മകളെ വിവാഹം ചെയ്തയക്കുമ്പോൾ ആ മാതാവ് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, നിന്റെ ഉപ്പ എന്നെ വിവാഹം കഴിച്ച് 40 വർഷമായി. എന്നിൽ നിന്ന് നിനക്കൊരു നല്ല മാതൃകയാണ് കിട്ടിയിട്ടുള്ളത്. മോള് പുതിയൊരു വീട്ടിലേക്കാണ് പോകുന്നത്. നിന്റെ ജീവിത പങ്കാളിയെ നീ പ്രയാസപ്പെടുത്തരുത്. നിന്റെ ഉപ്പയെ ഞാൻ പ്രയാസപ്പെടുത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ? നിന്റെ ആ ജീവിത പങ്കാളിയെയും ആ കുടുംബത്തിൻ്റെയും രഹസ്യം നീ മറ്റൊരാളോടും പങ്കുവെക്കരുത്. ആ വീടിൻ്റെ രഹസ്യങ്ങളും കുറ്റങ്ങളും കുറവുകളും വിളിച്ച് ഞങ്ങളോട് നീ പറയരുത്. ആ വീടിൻ്റെ രഹസ്യം നീ സൂക്ഷിക്കണം. മകനെ വിവാഹം ചെയ്തയക്കുമ്പോൾ പിതാവ് ഉപ്പ പറയണം, മോനെ, നിന്റെ മാതാവിനെ വിവാഹം ചെയ്തത് 40 വർഷം നീ കണ്ടതാണ്. നിന്റെ ഉമ്മയെ നല്ല രൂപത്തിലാണ്. കുടുംബത്തിൽ നിന്ന്, എന്നിൽ നിന്ന് ഒരു മോശമായ തെറിവാക്കുകളും മോശമായ വാക്കുകളും ഇന്നുവരെ നീ കേട്ടിട്ടില്ല. നീ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ അള്ളാഹു നിന്നിലേക്ക് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് മോനെ എന്ന് ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മാതൃകയാക്കാൻ പറഞ്ഞു കൊടുക്കണം. കാരണം ഇങ്ങനെ കുടുംബവുമായി ജീവിക്കുമ്പോൾ, മാതാപിതാക്കളും മക്കളും ഭാര്യയും ഒക്കെയായി ജീവിക്കുമ്പോൾ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അപ്പോഴൊക്കെയും സഹനം അവലംബിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു തന്ന ജീവിത മാതൃകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പലഹാര പാത്രത്തെ ദേഷ്യം വന്ന് എറിഞ്ഞു പൊട്ടിച്ചപ്പോൾ പ്രവാചകൻ അത് മുട്ടുകുത്തിയിരുന്നത് എടുത്തു മാറ്റുകയും സങ്കടത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ തന്നിൽ സംഭവിച്ചു പോയ ആ അബദ്ധം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ പ്രവാചക കുടുംബത്തിൻ്റെ ആ ഊഷ്മളമായ സ്നേഹവും ബന്ധവും എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ് ഫാത്തിമത്തു ഖിത്അത്തും മിൻ കബ്ദി. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷണമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അലി എവിടെയെന്ന് ചോദിച്ചു. റസൂലെ, അലി എന്തോ ഒന്ന് സംസാരിച്ച് ചെറിയ പിണക്കത്തിൽ മദീനയുടെ പള്ളിയിൽ പോയി കിടക്കുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ല, അവൻ പോട്ടെ മോളെ,
നിനക്കൊരു പുതിയ ഭർത്താവിനെ ഞാൻ കണ്ടെത്താം. ഞാൻ ആരാണ് എന്നറിയുമോ എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് ആ മരുമകന്റെ അടുക്കലേക്ക് പോയിട്ട് ആ പ്രവാചക വചനത്തിൽ കാണാം, യാ അബാ തുറാബ്, ഏ മണ്ണുകളുടെ പിതാവെ, നന്നായി മണ്ണിനോട് അധ്വാനിച്ച് ജീവിക്കുന്ന എന്റെ പൊന്നുമോനെ എന്ന് പ്രവാചകൻ ചേർത്തു പിടിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ മകളുടെ അടുക്കലേക്ക് വരുന്ന ഈ പുതിയ കാലത്ത് എന്തെങ്കിലും ഒരു മകൾ ഒരു പരാതി പറയുമ്പോൾ, ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, അങ്ങ് ഡൈവോഴ്സ് ചെയ്തേക്കാം, പ്രശ്നങ്ങളും പ്രതിസന്ധികളിലേക്കും പോകുന്ന ഈ പുതിയ കാലത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നത്, എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ വരുമ്പോൾ ഞാൻ നിന്നെ 4 തൊലാക്കും ചൊല്ലിയെന്ന് കുറെ അസഭ്യ വർഷങ്ങൾ നടത്തലല്ല. കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധം ഭാര്യയും ഭർത്താവും മാതാപിതാക്കളുമായിട്ടുള്ള ആ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആനിലെ ഒരു വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ, അഥവാ നിങ്ങളുടെ ജീവിത പങ്കാളികളിലും നിങ്ങളുടെ മക്കളിലും അവരെ നിങ്ങൾ ശ്രദ്ധയോടെ ആഖിറത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചും തർബിയത്ത് നൽകി ശരിയായ ഏകദൈവ വിശ്വാസത്തോടുകൂടി നിങ്ങൾ വളർത്തി കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാകും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അർഫാൻ എന്ന ഒരു കുട്ടി സ്വന്തം കുടുംബത്തിലെ പലരെയും ചുറ്റിക കൊണ്ടടിച്ചതുപോലെ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന മക്കളും നമ്മളുടെ കുടുംബവും ഒരു പക്ഷേ നമ്മുടെ വലിയ ശത്രുക്കളാകും. തൻ്റെ ജീവിത പങ്കാളിയായ തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ ഭർത്താവിന് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പരപുരുഷ ബന്ധത്തിലേക്കും പരസ്ത്രീ ബന്ധത്തിലേക്കും അവർ പോകും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഹ്ദറൂഹും, അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഇത് കളിയല്ല, ഈ കുടുംബ ജീവിതം എന്നുള്ളത് തമാശയല്ല, ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ആ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, നിന്നെ ഞാൻ 4 തൊലാക്കും ചൊല്ലി പുറത്താക്കിയിരിക്കുന്നു, മകളിൽ നിന്നൊരു പ്രശ്നം വരുമ്പോൾ പടിയടിച്ച് പിണ്ടം വെച്ച് നീ എവിടെയെങ്കിലും പോയി നശിക്കുക എന്ന് പറയലല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു, വഇൻ തഅഫു, നിങ്ങൾ മാപ്പു നൽകണം. വീട്ടിലേക്ക് കടന്നു വന്ന ഒരു മരുമകളിൽ നിന്നൊരു പ്രശ്നം വരുമ്പോൾ അത് ഊതിപ്പെരിപ്പിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഡൈവോഴ്സായി കുടുംബ കോടതികളിൽ കയറിയിറങ്ങാതെ ചെറിയ വിട്ടുവീഴ്ചയും മാപ്പും നൽകണം. വഇൻ തഅഫു, നിങ്ങൾ വിട്ടുവീഴ്ച നൽകണം. വതസ്ഫഹു, വഇൻ തഅഫു, നിങ്ങൾ മാപ്പു നൽകുകയും, വതസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച നൽകുകയും, വതഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുകയും വേണം, നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുകയും വേണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മരുമകനും നിങ്ങളുടെ മരുമകൾക്കും നിങ്ങൾ പുറത്തു കൊടുത്താൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. റബ്ബേറെ പൊറുക്കുന്നവനും പരമകാരുണ്യവാനുമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി അയൽവാസികൾക്കിടയിലും മഹല്ലിലും കുടുംബ കോടതികളിലും ചർച്ചയായി അത് വഷളായി പ്രശ്നങ്ങളായി സങ്കീർണമാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ നാവാണ് സഹോദരങ്ങളെ. നമ്മുടെ നാവിലൂടെ പലപ്പോഴും പറയും, ഞാൻ ആരാണെന്നറിയുമോ? പിശാചിന്റെ അതേ വാദം ആദം അലൈഹിസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോടൊക്കെ പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞത് വഅന ഖൈറും മിൻഹു, ഞാനാണ് ആദമിനേക്കാളും ഉത്തമൻ. പലപ്പോഴും ഞങ്ങളാണ് വലിയ കുടുംബം, ഞങ്ങൾ വലിയ കുടുംബ മേധാവിത്വമുള്ളവരാണ്, ഞാൻ പറയുന്നത് കേൾക്കണം.
അതിലേറ്റവും സങ്കീർണമായത് ചില വാക്കുകളും ചില പദപ്രയോഗങ്ങളുമാണ്. ഞാൻ ആരെയും നോക്കാറില്ല, ഞാൻ എന്തും വിളിച്ചു പറയും. മനസ്സിൽ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പലതും വിളിച്ചു പറയുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, മരുമക്കളുടെ മനസ്സുകളിൽ നീറ്റലും വേദനയും ഉണ്ടാകുന്നത് ഈ പറയുന്ന വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ ഖുത്ബകളിലും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ ഖുർആനിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, വഖൂലു ഖൗലൻ സദീദ, നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ മക്കളുടെ മുന്നിലും നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുന്നിൽ സൗമ്യമായ നല്ല സംസാരമാണ്. സംസ്കാരശൂന്യമായ ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചെറിയ ഒരു പ്രശ്നത്തിന് മക്കളുടെ മുന്നിൽ അവരെ പരസ്യമായി അസഭ്യം പറയുന്ന, പച്ചത്തെറി പറയുന്ന, നമസ്കാരത്തിലും നോമ്പിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നവർ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ സ്വന്തം ഇണയെ പരസ്യമായി മാതാപിതാക്കളുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അസഭ്യം പറയുന്ന സംസ്കാരശൂന്യമായ വസ്തുതകൾ നിങ്ങളിൽ ഉണ്ടാകരുതേ. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ വളരെ ശരിയായ രൂപത്തിൽ മാന്യമായി സംസാരിക്കണം. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതം നന്നാക്കി തരും. കുടുംബത്തിലും നാട്ടിലും സമാധാനമുണ്ടാകും നിങ്ങൾക്ക്. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വൈകാരികമായി പലതും അങ്ങോട്ട് പൊട്ടിച്ചു വിടാതെ, ഒരു ഗ്ലാസ് പൊട്ടിത്തകരുന്നത് പോലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ ഫഖദ് ഫാസ ഫൗസൻ അലീമ, മഹത്തായ വിജയവും സമാധാനവും സന്തോഷവും കുടുംബത്തിലും നാട്ടിലും മഹല്ലിലുമൊക്കെ നിങ്ങൾക്കുണ്ടാകും. അഥവാ നമ്മളുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ പലപ്പോഴും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, മക്കൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം കാണാൻ ഇന്ന് പലപ്പോഴും മനുഷ്യർ അഭയം തേടുന്നത് എന്തിലേക്കാണ് സഹോദരങ്ങളെ? ഈ സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ നാട്ടിലെ ഒരു പുരോഹിതനോട് പങ്കുവെക്കുമ്പോൾ, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ നാവൊന്ന് സൂക്ഷിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഇന്ന പള്ളിയിലേക്ക് ഒരു തീർത്ഥയാത്ര പോകണം, ഇന്ന ശവകുടീരത്തിലേക്ക് പോയിട്ട് നിങ്ങൾ ഇന്നത് നേർച്ചയാക്കണം, ഏർവാടിയിൽ പോയിട്ട് ഇത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്, കടുവയിൽ പള്ളിയിൽ പോയിട്ട് ഒരു മൃഗത്തെ വാങ്ങി അറുത്തു കൊടുക്ക്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിക്കൊണ്ട് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ പുതിയ വഴികൾ തേടുമ്പോൾ ചില ആൾക്കാർ ജ്യോത്സ്യന്മാരെ സമീപിക്കും. വീട്ടിലാകെ പ്രശ്നങ്ങളാണ്, കുടുംബത്തിലൊരു സ്വസ്ഥതയുമില്ല, 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്, എല്ലാം സൗകര്യമായിട്ടുണ്ട്, പക്ഷേ സമാധാനമില്ല. ആ പുരോഹിതൻ പറയും, ഈ മോതിരക്കല്ല് ഒന്ന് അണിയിച്ച് കയ്യിലിട്ടു. ഒരുപക്ഷെ സമാധാനം കിട്ടിയാൽ അവർ പറയും, ഈ കല്ലിലാണ്, ഇത് ഞാൻ ധരിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ സമാധാനം കിട്ടിയത്, അഥവാ ഒരു വിഗ്രഹാരാധന പോലെ. സഹോദരങ്ങളെ, നമ്മുടെ മുസ്ലിം ഉമ്മത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, അബദ്ധവിശ്വാസങ്ങളിലേക്ക് പോകുമ്പോൾ, ശിർക്കിലേക്ക് പോകുമ്പോൾ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വമൻ അഅറദ അൻ സിക്രി,
ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്നകന്നാൽ, റബ്ബിൻ്റെ ഉത്ബോധനങ്ങളിൽ നിന്നകന്നാൽ, ഫഇന്ന ലഹു മഈശതൻ ലംക, അവൻ്റെ ജീവിതം ഇടുങ്ങിയതായി, കുടുസായി അനുഭവപ്പെടും. അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, മൻ അതാ കാഹിലൻ, ഒരു മനുഷ്യൻ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, അല്ലെങ്കിൽ ഇത്തരം പുരോഹിതന്മാരെ സമീപിച്ചു, എന്നിട്ടോ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നത് കേട്ട് വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിലേക്ക് അവതരിച്ച പരിശുദ്ധ ഖുർആനിനെ നിഷേധിച്ചവനാണ്. കുടുംബത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ച, പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്, നമ്മുടെ സംസാരം വളരെ സൗമ്യമാവുക എന്നുള്ളത്, ഇതൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾക്ക് സമാധാനം വേണോ? കുടുംബത്തിലും അതുപോലെ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണോ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി, അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ കുടുംബം ഒക്കെ സമാധാനപൂർണ്ണമാകുന്നത്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ? ഈ പുതിയ കാലത്ത് മണിക്കൂറുകളോളം സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വിഹരിക്കുമ്പോൾ, പള്ളികളിൽ നിന്ന് ഹയ്യ അലസ്സലാ എന്ന് അള്ളാഹ് വിളിക്കുമ്പോൾ നമസ്കരിക്കാൻ വേണ്ടി നാം സമയം കണ്ടെത്തുന്നുണ്ടോ സഹോദരങ്ങളെ? ഉമ്മ കിടന്നുറങ്ങുകയും ഉപ്പ നമസ്കരിക്കാൻ പോവുകയും ചെയ്യുന്ന അവസ്ഥ, ഉപ്പ കിടന്നുറങ്ങുകയും ഉമ്മ എണീറ്റ് നമസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, മാതാപിതാക്കൾ നമസ്കരിക്കുകയും മക്കൾ നമസ്കരിക്കാത്ത ഭവനങ്ങളിൽ എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത് സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ്, അഥവാ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യുന്നുണ്ടോ സഹോദരങ്ങളെ? പലപ്പോഴും മഗ്‌രിബിൻ്റെ സമയങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ 2-3 ആയത്തുകൾ വായിക്കുകയും അതിൻ്റെ അർത്ഥവും പരിഭാഷയും ഒക്കെ വായിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വിനോദങ്ങളിലുമായി നമ്മുടെ കുടുംബങ്ങൾ മാറുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനവും ശാന്തിയും കൈവരിക്കാൻ കഴിയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ, ആ വിശുദ്ധമായ ഖുർആനിലൂടെയും പ്രവാചകമായ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയുമൊക്കെ അള്ളാഹു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖുത്ബയിലുടനീളം ഉണർത്തിയത്, നമ്മുടെ വീട് 3000-4000 സ്ക്വയർ ഫീറ്റുള്ള വീടും ഏത് ചൂടിനെയും തണുപ്പിക്കാൻ കഴിയുന്ന ശീതീകരണ സംവിധാനങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ എന്താണ് അതിൻ്റെ പോംവഴികൾ? വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് നമ്മെ ഉണർത്തിയത്? അതിനെക്കുറിച്ചാണ് ഖുത്ബയിലൂടെ ഉണർത്തിയത് സഹോദരങ്ങളെ. അതിലേറ്റവും നാം ശ്രദ്ധിക്കേണ്ടത്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അനുചരൻ ചോദിച്ചു, മൻ നജാത്ത്, എന്താണ് രക്ഷ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ